ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഒരു പുതിയ ഡ്രാമയാണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്ട്രീംലി പെരീലിയസ് ലവ് എന്ന് പറയുന്ന ഒരു റീസെൻ്റായിട്ട് റിലീസായിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്, പക്ഷേ ഇതിൻ്റെ പ്ലോട്ട് ഇച്ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഈ ഡ്രാമയൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊന്ന് അധികം ഓൺലൈനൊന്നും പറഞ്ഞ് ഈ ഒരു ഡ്രാമ സ്പോയിൽ ചെയ്യുന്നില്ല. നേരെ നമുക്ക് ഡ്രാമയിലേക്ക് തന്നെ നടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെ കടന്നു വരുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പേര് വന്നിട്ട് ഷൂക്കിംഗ് എന്നാണ് കേട്ടോ. നമ്മുടെ ഹീറോയുടെ പേര് വന്നിട്ട് ഷെൻ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഒരു ദിവസം പൂർണ്ണ അവൾ രാത്രി കയറി വരുന്ന സമയത്ത് അവളുടെ ആ ഒരു പാലസ് എന്ന് വെച്ചാൽ അവളുടെ ആ വീട്ടിലെ എല്ലാവരെയും വന്നിട്ട് കൊന്നിട്ടേക്കും, അവളുടെ പപ്പയെ അടക്കം. അപ്പോൾ നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഷെന്നാട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഓടി ചെന്നിട്ട് പപ്പയൊക്കെ കൊന്നിട്ടേക്കില്ല. ആ ഒരു ദേഷ്യത്തിൽ ഓടി ചെല്ലുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഇവളുടെ കഴുത്തിലും കയറി കടിക്കുക. വേറെ ഒന്നുമല്ല, പൂർണ്ണ അവളെ രാത്രിയിലെല്ലാം അവന് മൃഗീയമായിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു സ്വഭാവം പുറത്തു വരും. അതിൻ്റെ പ്രകാരം അവൻ വന്നിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നു. അപ്പം അത് വന്നിട്ട് ഓൾറെഡി നാട്ടിലെ എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവൻ വന്നിട്ട് ഇവളുടെ പപ്പയെ കൊന്നിട്ടുള്ളത്. ഇനി ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യം കാണിക്കുകയാണ്. കറക്റ്റ് ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇവൻ വന്ന് ആ നാട്ടിലെ മെയിനായിട്ടുള്ളൊരു ജനറലാണ്. അപ്പോൾ ഇവന് വന്നിട്ട് പ്രൈം മിനിസ്റ്ററെ മോളായിട്ട് അവിടുത്തെ മാജസ്റ്റി മീൻസ് രാജാവ് വന്നിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇന്ന് പിന്മാറാൻ പറ്റത്തില്ല, പ്രൈം മിനിസ്റ്റർക്ക് ഇന്ന് പിന്മാറാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് രാജാവിൻ്റെ ഉത്തരവാണ്. അപ്പോൾ അതിന് പ്രകാരം കല്യാണം കഴിക്കണം. എന്നാൽ ഇവനാണെങ്കിൽ ആ ഒരു കല്യാണത്തിനായിട്ട് താല്പര്യവും ഇല്ല. ഇതേ സമയം വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ മോളെ കാണിക്കും കേട്ടോ. പ്രൈം മിനിസ്റ്റർ മോളാണെങ്കിൽ കുടിച്ചൊരു ബോധമില്ല നിൽക്കും. ഇനിയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. അവൾ പറയുകയാണ്, എൻ്റെ അച്ഛൻ എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ, ആ ഒരു മനുഷ്യരക്തം കുടിക്കുന്ന അങ്ങനെ ദാഹിയായിട്ടുള്ള ആ ഒരു വൃത്തികെട്ടവനൊക്കെ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ വൈനൊക്കെ കുടിച്ച് ഭയങ്കര ഇത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷൂക്കിംഗ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പകരം അവനെ കല്യാണം കഴിക്കാമെന്ന് പറയാം, മീൻസ് ഷെന്നെ കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോളാണെങ്കിൽ നമ്മുടെ ഷൂക്കിങ്ങിൻ്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് വേണം, നിനക്ക് എന്തോ ധൈര്യമാണ് നീ പറയും, നിൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് പറയുകയാണ്, ഞാൻ വന്നിട്ട് അവനെ കല്യാണം കഴിച്ചോളാം. പിന്നെ രൂപത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ കയ്യിൽ അന്ന് വന്ന് പ്ലാസ്റ്റിക് സർജറി ഒന്നും ഇല്ലല്ലോ. അതുപോലെ അന്ന് വന്ന് ഒരു പൊടി പോലത്തെ ഒരു സംഭവം തിളയ്ക്കുന്നൊരു ലിക്വിഡിൽ പരട്ടിയിട്ട് എങ്ങാണ്ട് തേച്ച് പ്ലാസ്റ്റിക് സർജറി പോലെ മുഖം മാറ്റാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, അത് വെച്ച് ഞാൻ ചെയ്തോളാം. പക്ഷെ അത് ഇച്ചിരി വേദന കൂടുതൽ, എന്നാലും കുഴപ്പമില്ല, എൻ്റെ പ്രതികാരത്തിന് വേണ്ടി അവനെ കൊല്ലാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്. പ്രൈം മിനിസ്റ്റർ മോളെടുത്തോടാണ്, നിങ്ങൾ മരിക്കുന്നേക്കാൾ ഇത്രയും ബെറ്റർ ആയതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്ത് വിടുവാണ്. അങ്ങനെ അന്നത്തെ ആ കല്യാണത്തിന് ദിവസം എത്തും കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ വന്ന് ജനറൽ മീൻസ് നമ്മുടെ ഷെന്നും അതുപോലെ തന്നെ ഷെൻ്റെ അസിസ്റ്റൻറ്റും കൂടി സംസാരിക്കുവാണ്. അപ്പോൾ ഷെൻ്റെ അസിസ്റ്റൻറ്റ് പറയുവാണ്, ഇങ്ങനെ ഒരു കല്യാണം രാജാവ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് പിന്മാറാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറയുന്ന സമയത്തും ഷെന്ന് പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വന്നിട്ടൊരു കല്യാണമൊന്നുമല്ല, ഇത് എനിക്കൊരു ബാറ്റിൽ പോലെയാണ്, ഞാൻ അത് അങ്ങനെയായി കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കല്യാണ വസ്ത്രത്തിലേക്ക് അവൻ നോക്കുവാണ്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ ആ ഒരു വധുവിൻ്റെ വീട്ടിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. അത് വന്ന് നമ്മുടെ ഹീറോയിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി പോലെ ആ ഒരു പൊടിയൊക്കെ തേച്ചിട്ട് മുഖത്തെ രൂപമൊക്കെ മാറ്റിയിട്ട് കല്യാണ പെണ്ണായിട്ട് ഇറങ്ങി വരുന്നതിന്. അപ്പോൾ ഇതെല്ലാം തന്നെ ആളുകളുടെ ഇടയിൽ ആളുകളായിട്ട് തന്നെ മറ്റേ പ്രൈം മിനിസ്റ്ററെ മോളിൽ നിന്ന് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിക്ക് ചിരിച്ചുകൊണ്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ആ സമയത്തും അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം പറയുന്നുണ്ട്, ഈ പ്രൈം മിനിസ്റ്ററുടെ ദത്തുമോളായതുകൊണ്ടാണ് അയാൾ ഇത്രയും വലിയ ക്രൂരത ആ ഒരു പെണ്ണിനോട് കാണിച്ചത്, അല്ലെങ്കിൽ സ്വന്തം മോളാണെങ്കിൽ ഇങ്ങനെ കാണിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ കല്യാണ ചടങ്ങിനായിട്ട് അവൾ വന്ന് നിന്നതിന് ശേഷം നമ്മുടെ ഹീറോ വരും കേട്ടോ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവന് വന്നിട്ട് കാലിന് സ്വാധീനമില്ല, 3 വർഷമായിട്ട് അവൻ വന്ന് വീൽ ചെയറിലാണ്. സോ അതുകൊണ്ട് തന്നെ അവനെ വന്നിട്ട് അവൻ്റെ അസിസ്റ്റൻ്റാണ് കൊണ്ടുവന്ന് അവിടെ നിർത്തിയ ഉടനെ തന്നെ അവൻ പറയുകയാണ്, ശരി ഇവൾ വന്ന് നിന്നില്ല, കല്യാണ ചടങ്ങെല്ലാം പൂർത്തിയായി, ഞാൻ ഇവിടെ നിന്ന് പോവാമെന്ന് പറയാം. അപ്പോൾ അവിടെ വന്ന് ഒരാളിരിപ്പുണ്ട്, അത് രാജമാതാവാണോ അതോ ഇവരുടെ ഒരു ഹെഡാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ഓക്കെ, ആ ഒരു ലേഡി പറയുവാണ്, അതൊന്നും പറഞ്ഞാൽ ശരിയാത്തത്, ഞങ്ങളുടെ സമ്പ്രദായ പ്രകാരം നിങ്ങൾ വന്നിട്ട് ഇനിയും കാര്യങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തല കൂനിക്കണം, അങ്ങനെ കുറേ ചടങ്ങുകളെന്ന് പറയുന്ന സമയത്തും നമ്മൾ ഷെന്ന് സംസാരിക്കുന്നത് പകരം അവൻ്റെ അസിസ്റ്റൻ്റാണ് കയറി സംസാരിക്കുന്നത് കേട്ടോ. അയാൾ പറയണം, അത് നിങ്ങളുടെ ബുദ്ധിസ്റ്റ് ആചാരം പ്രകാരം അങ്ങനെയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ആചാരം അങ്ങനെയൊന്നുമില്ല, എന്തായാലും പെണ്ണ് ഇവിടെ അകത്ത് വന്നല്ലോ, നമ്മുടെ പാലസിനകത്ത് വന്നല്ലോ, അത് തന്നെ മതി കല്യാണത്തിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഷൂക്കിംഗ് ഒരിക്കലുള്ള തലയിലുള്ള ആ ഒരു മറപ്പുണ്ടല്ലോ അത് മാറ്റിയിട്ട് പറയുകയാണ്, അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, ഫൈനലായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ എക്സ്ചേഞ്ച് ചെയ്ത് കുടിക്കാം, അതെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവള് പോയിട്ട് അവൻ്റെ വൈൻ ഗ്ലാസ് വെച്ച് കാണും ഒരു 2 പേർക്ക്, അതിനകത്ത് എന്തോ ഒരു മെഡിസിൻ പോലൊരു സംഭവം കലർത്തുന്നത്, അത് ആക്ച്വലി വന്നിട്ടൊരു പോയ്സാണ്. അത് കലക്കിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് കുടിക്കാനായി കൊണ്ടു കൊടുക്കുക. അപ്പം ഇവൻ പറയുവാണ്, എനിക്കിത് കുടിക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ നീ കുടിക്ക്, എനിക്കൊന്നും ഇത് കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. കാരണം ഇവള് വന്ന് ഈ ഒരു പൊടി കലർത്തുന്നത് ഇവൻ വന്ന് ഇവൻ്റെ കണ്ടുണ്ട്. എന്നിട്ട് ഇവളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ആ ഒരു
പോയസം കലക്കിയ വൈനില്ല, അത് അവൾ കുടിച്ചിട്ട് അവനെ കിസ് ചെയ്ത് അതുവഴി തന്നെ അവന് കൊടുക്കുക കേട്ടോ. ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവള് തന്നല്ലോ, എന്നിട്ട് ഇവള് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവളടുത്ത് പറയണം നിൽക്കുക അവിടെ, കല്യാണത്തിന് ചടങ്ങ് മൊത്തമായിട്ട് പൂർത്തിയായില്ലെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ തിരിച്ച് കിസ് ചെയ്തിട്ട് അവൾക്കും അത് കൊടുക്കുവാണ്. ആക്ച്വലി വന്നിട്ട് അതിനകത്ത് പോയസൺ ഉണ്ട്. ആ സമയത്ത് പുതിയൊരു ക്യാരക്ടർ അതിനകത്തോട്ട് എൻ്റർ ആവുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷെന്നിൻ്റെ ഒരു കസിൻ പെണ്ണ്. ആ പെണ്ണിനാണെങ്കിൽ ചെറുപ്പം തൊട്ടി നമ്മൾ ഷെന്നിനെ കല്യാണം കഴിക്കണം അങ്ങനെ ആഗ്രഹിച്ച് നടന്നിരുന്ന പെണ്ണാട്ടോ. അപ്പോൾ ആ പെണ്ണ് ഇവരുടെ ചടങ്ങിനിടയിൽ കയറി വരുന്ന സമയത്ത് ആ ഒരു ഹെഡ് ലേഡി ഉണ്ടല്ലോ, അവർ പറയാണ് നീ എന്തൊരു വൃത്തികേടായി കാണിക്കുന്നത്, ഇവരെ കല്യാണത്തിൻ്റെ സമയത്ത് നീ എന്താ ഇടിച്ച് കയറി ഇങ്ങനെ കയറി വരുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പെണ്ണ് അത് വന്ന് ആക്ച്വലി ഒരു 3 പറയുന്നൊരു ഫാമിലി ഉണ്ട്, അതിലൊരു പ്രിൻസസ് ആട്ടോ. അപ്പോൾ നമുക്ക് കസിൻ പെണ്ണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു പെണ്ണ് പറയുകയാണ് എനിക്ക് വന്നിട്ട് ഇവൻ ശരിയാണ്, ഇവൻ്റെ മെയിൻ ഭാര്യയായിട്ട് വേണമെങ്കിൽ അത് ഈ ഷൂക്കിങ് ചെയ്യുന്നുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അവൻ്റെ കൊക്കുമ്പിനായിട്ട് ഞാൻ നിൽക്കുന്നു, മനസ്സിലായോ? അത് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ വൈനെടുത്ത് കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്തും നമ്മൾ ഷൂക്കിങ്ങിന് തടയാൻ പോവുക, പക്ഷെ ഇവനത് സമ്മതിക്കാതെ ഷൂക്കിങ്ങിനെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തിയിട്ട് അവളെ സമ്മതിക്കാതെ പറയുകയാണ് അവൾ കുടിക്കട്ടെ എന്ന്, നിനക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിക്ക് പിടിച്ചിരുത്തിയേക്കും കേട്ടോ. ഇവളാണെങ്കിൽ കുടിച്ച് തീരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ഷൂക്കിങ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവളാണ് ഈ കല്യാണത്തിൻ്റെ ഫുൾ അറേഞ്ച്മെൻറ്റും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അവിടെ ഇവിടെയൊക്കെ ഇതിന് പറ്റുന്നൊരു മാറ്റിമരുന്നൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവിടെയുള്ളൊരു സംഭവം പോലൊരു സാധനം കത്തിച്ചിട്ട് അതിൻ്റെ പൊടി അവിടെയുള്ള വൈനിൽ കലർത്തിയിട്ട് മറ്റേ പെണ്ണിനെ കൊണ്ട് അത് കുടിപ്പിച്ചിട്ട് ഛർദ്ദിപ്പിക്കുക. അപ്പോൾ ആ പെണ്ണിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത് കൈ പിടിക്കുമ്പോഴാണ് നമ്മൾ ഷൂക്കിങ്ങിൻ്റെ കയ്യിലൊരു മുറിവുണ്ട്, സ്കാറുണ്ട്. ഇത് കാണുന്ന സമയത്ത് ഈ പെണ്ണ് ചോദിക്കുകയാണ് ഇത് വന്ന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിക്ക് ചിന്തിക്കുമ്പോഴേക്കും ഇവളതങ്ങ് മറച്ചു വയ്ക്കുക. പക്ഷെ ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾ ഷെന്നിന് വന്നിട്ട് നമ്മൾ ഷൂക്കിങ്ങിൻ്റെ മേലൊരു ഡൗട്ടൊക്കെ വരുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഷെൻ വന്ന് അവൻ്റെ മുറിയിലേക്ക് വരും കേട്ടോ. മുറിക്ക് വരുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. സത്യം പറയുന്നത് നാട്ടുകാർ പറയുന്ന പോലെ ഒന്നും ഇവന് കാലിന് ഒരു കുഴപ്പമില്ല, ഇവന് ഒരു പ്രശ്നവുമില്ല, ഇവന് എണീറ്റ് നടക്കാനൊക്കെ പറ്റും. ഇവൻ സത്യം പറഞ്ഞാൽ നാട്ടുകാർ കബളിപ്പിച്ചുകൊണ്ട് 3 വർഷമായിട്ട് അവന് നടക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കള്ളം പറഞ്ഞിട്ടാണ്. എന്നിട്ടാണെങ്കിൽ ഇവന് ചെറുതായിട്ട് വയറൊക്കെ വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അസിസ്റ്റൻ്റ് ചോദിക്കുകയാണ് എന്ത് പറ്റി സാർ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുവാണ് ആ ഒരു മന്ദബുദ്ധി പെണ്ണ് എനിക്കിച്ചിരി ആ പോയ്സൺ എങ്ങാണ്ടാ കലക്കി തന്നെ, എന്തൊരു പ്രശ്നമുണ്ട്, ഞാൻ എന്തായാലും അതിനുള്ള പ്രതിവിധിയുള്ള മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഷെന്നൊരു കാര്യം അസിസ്റ്റൻ്റ് അടുത്ത് പറയണം ആക്ച്വലി അവൾ വന്ന് ഈ പ്രൈം മിനിസ്റ്റർ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ച് തന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രതികാരം തീർക്കാനോ അവനെ ഒരു സ്പൈ ആയിട്ട് സ്വന്തം മോളെ വിട്ടിരിക്കുവാണോ എന്ന് നമ്മുടെ ഷെന്നിന് ഇപ്പോൾ ഡൗട്ടുണ്ട്. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ തന്നെ പ്രൈവറ്റായിട്ട് അവൾക്ക് എനിക്ക് പോയ്സൺ തരാമെന്നല്ലോ, അവൾ ഇത്രയും പബ്ലിക്കായിട്ട് പോയ്സൺ തരുന്നെങ്കിൽ ഇതിൽ വേറെ എന്തൊരു കാര്യമുണ്ടെന്ന് ഷെന്ന് പറയുവാണ്. ആ സമയത്ത് ഷെൻ്റെ അസിസ്റ്റൻ്റ് ഒരു കാര്യം പറയുവാണ് സാർ അത് വന്നിട്ട് 2 ദിവസം മുമ്പ് വരെ ഈ ഒരു കല്യാണത്തിന് അവർ തയ്യാറല്ലായിരുന്നു, ആ നാട്ടുകാരെ മുന്നിൽ വെച്ച് കുടിച്ച് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങളെപ്പറ്റി എന്തൊക്കെ പറഞ്ഞെന്നറിയോ, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഈ ഒരു കല്യാണം തന്നെ അവൾ മുന്നിട്ട് അറേഞ്ച് ചെയ്യുന്നെങ്കിൽ ഇതിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ടെന്ന് ആ അസിസ്റ്റൻറ്റും പറയുവാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഷൂക്കിങ്ങിനെ കാണിക്കും കേട്ടോ. ഷൂക്കിംഗ് ആണെങ്കിൽ എന്തൊരു പോയ്സൺ വന്നാൽ അവളുടെ ബോഡിയിൽ കുത്തി വെച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നുമല്ല. ഇന്ന് രാത്രി എന്തുമായാലും ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന സമയത്ത് ഇവളുടെ ബോഡിയിൽ അകത്തുള്ള ആ ഒരു പോയ്സൺ അവൻ്റെ ശരീരത്തിനും ചെല്ലുമല്ലോ. അപ്പോൾ ആ സമയത്ത് അവനും മരിക്കും ഇവളും മരിക്കും, എന്നാലും കുഴപ്പമില്ല, സ്വന്തം അച്ഛനെ കൊന്നതിൻ്റെ ആ ഒരു പ്രതികാരം ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിക്കാണ് അവളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഷെൻ അങ്ങോട്ട് കടന്നു വരുന്നത് വീൽ ചെയറിൽ കേട്ടോ. അപ്പോൾ ഷെന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഷൂക്കിങ് ആദ്യം അവൻ്റെ അടുത്തൊരു സോറി പറയും, എന്നാൽ ആ ഒരു കല്യാണ ചടങ്ങിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്തായിരുന്നു, ഞാൻ ഇച്ചിരി റൂഡായിട്ടാണ് പെരുമാറി, എന്നെ ക്ഷമിക്കണം എന്നൊക്കെ പറയും കേട്ടോ. ഇവനാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചന്ദനത്തിരി പോലൊരു സംഭവം കത്തിച്ച് വയ്ക്കുക, എന്നിട്ട് പറയണം നീ എൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് ക്ലോസ് ആയിട്ട് വരാൻ പറയാം. അപ്പോൾ ഇവളാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്തും ഇവൻ ചോദിക്കണേ എങ്ങനെയുണ്ട് ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുന്ന സമയത്തും ഇവൾ പറയാം നല്ല സ്മെല്ലാണ്, നല്ല കാമിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവളടുത്തൊരു കാര്യം ചോദിക്കുക, അല്ല ഞാൻ അറിഞ്ഞിടത്തോളം പ്രൈം മിനിസ്റ്ററുടെ മോൾക്ക് വന്ന് ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ അലർജി ആണല്ലോ, അവൾക്കാണെങ്കിൽ മരിക്കാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു അറിവ്, പക്ഷെ നിനക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷൂക്കിങ് പറയാം അത് വേറെ ഒന്നുമല്ല, കല്യാണമൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എനിക്കുള്ള ആ ഒരു അസുഖമൊക്കെ ചികിത്സിച്ച് മാറ്റി, അതുകൊണ്ടാണെന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയണം അത് അങ്ങനെ തന്നെയാണോ, ശരിയാണോ നീ പറയുന്നതൊക്കെ ചോദിക്കുന്ന സമയത്തോളം പറയാം അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അത് ന്യായീകരിക്കുവാണ്.
അപ്പോൾ എന്നിട്ടാണെങ്കിൽ ടോപ്പിക്ക് മാറ്റണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവള് പറയുവാണ്, എന്നാൽ ജനറൽ ഞാൻ നിങ്ങളുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് ചെല്ലും കേട്ടോ. ആ സമയത്ത് ഇതൊരു വീൽ ചെയർ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഗ്രിപ്പില്ലാതെ അങ്ങ് ബാക്കിലോട്ട് പോകുമ്പോൾ ഇവർ നല്ല പോലെ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ ഇവൾ ഈ കൊടുത്തിട്ടുള്ള പോയിസൺ എടുത്തിട്ടുള്ള ആ ഒരു പോയിസൺ വന്നിട്ട് അത് വന്ന് ഭയങ്കരമായിട്ട് വശീകരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ അറിയാതെ ചെറുതായിട്ടൊന്ന് അട്രാക്റ്റ് ആവുന്ന സമയത്ത് ഇവൻ മനസ്സിലാക്കി ഇനി കുറച്ച് നേരം കൂടി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇവിടെ എന്നെ കൊന്നു കളയാവുണ്ട്, കുറച്ച് അർജൻറ്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് വരുവാണ്. അപ്പോൾ ഇവൻ പോയി കഴിയുമ്പോൾ ആലോചിക്കും ഇന്ന് രാത്രി എന്നെ ചെയ്യണം, കാരണം ഈ പോയ്സൻ്റെ എഫക്റ്റ് അധികം നേരം നിൽക്കത്തില്ല, അതിനകത്ത് ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കണമല്ലോ എന്ന് അവൾ അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പോയിട്ടുള്ളത് വന്ന് കുളിക്കാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ഓൾറെഡി ഇവൻ്റെ ആ ഒരു അസിസ്റ്റൻറ്റ് പറയുകയാണ് ഇന്ന് വന്ന് ഫുൾ മൂൺ ഡേ ആണ്, അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോണേ, ജനറൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പാവപ്പെട്ട ആരെങ്കിലും കൊല്ലാനുള്ള ചാൻസും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ അകത്തൊരു ഈ കുറുക്കന്മാർക്കൊക്കെ ഫുൾ മുണ്ടാക്കി ഒരു പ്രത്യേക തരത്തിലുള്ള അവരിങ്ങനെ ഓളി എടുത്തു വെക്കില്ലേ, അപ്പോൾ അതുപോലെ ഇവൻ്റെ കാര്യം. ഇവൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവൻ്റെ കയ്യിലെ വിരലുകളൊക്കെ ഒരുമാതിരി വരുന്നുണ്ട്. മാത്രമല്ല ഇവനാണെങ്കിൽ ഒരുമാതിരി ബോഡിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ജനലിൻ്റെ അടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറയാം. എന്നിട്ടാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് സ്വന്തമായിട്ട് അവൻ്റെ കയ്യെ കുത്തി ബ്ലഡ് വരുത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ഷൂക്കിങ് അങ്ങോട്ട് കയറി വരുന്നത്. എന്നാണെങ്കിൽ ഷൂക്കിങ്ങിന് അറിയത്തില്ല കേട്ടോ ഫുൾ മൂൺ ഡേക്ക് ഇവന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നിട്ടാണെങ്കിൽ ഇവളങ്ങ് അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവളെ പിടിച്ചു വെച്ച് ഇവളുടെ കഴുത്തിൽ കടിച്ച് ചോര കുടിക്കുക കേട്ടോ. ഈ ചോര കുടിക്കുന്ന സമയത്ത് ഇവന് വന്നിട്ട് ഇവളുടെ ആ ഒരു റിയൽ രൂപം ഉണ്ടല്ലോ, ശരിക്കുള്ള രൂപം, ഇവളിപ്പോൾ വേഷം മാറി വന്നിരിക്കുന്നില്ല ഇങ്ങനെ മറ്റേ ഒരു പ്രൈം മിനിസ്റ്റർ മോളായിട്ട്, ആ ഒരു ശരിക്കുള്ള രൂപത്തിൽ ഇവളൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഓരോ മരുന്നുണ്ടാക്കുന്ന സമയത്ത് ഇവൻ അവിടെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ആ സമയത്ത് ഇവൻ വന്ന് ഇവളെ നോക്കിയിട്ട് ഇവളുടെ മാസ്ക് ഉരുപ്പുമ്പോൾ ഇവളെ കണ്ടിട്ട് അവന് ഇവളുടെ മേലെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യമൊക്കെ ആലോചിക്കും ഇവൻ സ്വയം ആലോചിക്കുന്നതും ഈ പെണ്ണിൻ്റെ ബ്ലഡ് കുടിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അവളെ ആലോചിക്കുന്നത് എന്ന് ഇവൻ ആലോചിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.